ധന്യമേ ജീവിതത്തിൽ ഇന്നും ഒരു സ്വന്തം അനുഭവമാണ് പറയുന്നത്. എന്റെ വീട്ടിൽ ഞാൻ ഇരുന്ന് എഴുതുകയും വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മുറി ഉണ്ട്. മെഡിറ്റേറ്റ് ചെയ്യുന്ന മുറി എന്ന് പറഞ്ഞാൽ അവിടെ കുറെ വിഗ്രഹങ്ങളോ ഫോട്ടോകളോ ഒന്നുമില്ല. വിഗ്രഹങ്ങളുടെയും ഫോട്ടോകളുടെയൊക്കെ ലോകത്ത് നിന്ന് കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറും. മാസത്തിലൊരിക്കൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേവാലയത്തിൽ പോകും, ദക്ഷിണേന്ത്യയിൽ, കർണാടകത്തില്. പക്ഷെ ആ ശീലവും ഒരു നല്ല ശീലമായിട്ട് തുടരുകയാണ്. സ്പേസ് എന്നൊന്നും ഇല്ലാത്ത വിധം നമ്മൾ വളരണം. അത്ര വളർച്ചയില്ലാത്തത് കൊണ്ട് ഒരു ദേവാലയത്തിലൊക്കെ പോവാം. ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നത് മനസ്സുകൊണ്ടാണ്. അപ്പൊ ആ മുറിയിലേക്ക് അധികം പേര് കടന്നു വരില്ല. ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ സ്വീകരണ മുറിയിലായിരിക്കും, ഈ മുറിയിലേക്ക് വരില്ല. അപ്പൊ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം എഴുതാം. ഓണപ്പതിപ്പിലേക്ക് ഒരു കഥ എഴുതുമ്പോഴുള്ള ടെൻഷൻ ആലോചിച്ചാൽ കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് ശ്രമിച്ചാലും കിട്ടില്ല. മടുപ്പ്, എഴുതാൻ തോന്നില്ല. എങ്ങനെയൊക്കെ എഴുതാതിരിക്കാം, അതാണ് എഴുത്തുകാരോട് ഒരിക്കൽ ബഹുമാനം. എഴുതാനുള്ള മടി ഭൂമുഖത്ത് സ്വാഭാവികമാണ്. പേന കയ്യിൽ വെച്ചാൽ എഴുതാതിരിക്കാൻ എന്തെങ്കിലും കാരണം കിട്ടുമോ എന്ന് പറയും. അങ്ങനൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴും എന്തെങ്കിലും എഴുതാതിരിക്കാൻ ഒരു കാരണം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോഴാണ് മുറിയിലേക്ക് വാതിൽ തുറന്നിട്ട് നേരെ മതിലിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ആ കുട്ടി അംബാദാസ് കയറി അങ്ങോട്ട് വന്നു. അപ്പൊ രണ്ട് കാര്യം, പിന്നെ അത് എഴുതണ്ടല്ലോ, അംബാദാസ് വന്നല്ലോ. വലിയ ദൂരത്തിൽ എന്നോട് പറഞ്ഞു പുറത്തൊക്കെ ഒന്ന് വരണം. എന്താന്ന് വെച്ചു. ഞാൻ ഓടും, ഫസ്റ്റ് കിട്ടിയ ക്ലാപ്പ് അടിക്കണം. അപ്പൊ അതിലൊരു തമാശ എന്ന് വെച്ചാൽ ഒറ്റക്കാ ഓടണുണ്ട്. പിന്നെ ഫസ്റ്റും സെക്കൻഡും ഒന്നും ഇല്ലാന്ന് ഇപ്പൊ ഈ കുട്ടിക്ക് അറിയില്ല. ഇവനൊരു കഷ്ടി 4 വയസ്സാവണേ ഉള്ളൂ. ഞാൻ ഓടിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ ക്ലാപ്പ് അടിക്കണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പേനയും കടലാസൊക്കെ മാറ്റി വെച്ചു. ഞാൻ അവിടെ വീടിന്റെ കാളിമ്പലിന് അവിടെ നിന്ന് ഇവൻ ഗേറ്റിന്റെ അവിടേക്ക് അങ്ങടെ ആദ്യം നടന്നു പോയിട്ട് സ്പീഡിൽ ഓടി വന്നു. ഞാൻ പറഞ്ഞു ഫാസ്റ്റ് എന്ന് പറഞ്ഞു. ഉറക്ക കല്ലിട്ടു. ഇവന് വീണ്ടും പോകണം. ആ കൈയടിക്കുകയും ഞാൻ സന്തോഷിക്കുകയും ചെയ്തു. കുട്ടികൾ കാണിക്കുന്നത് കണ്ടിട്ട് കൈയടിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാത്തവരുണ്ടോ? എന്നെ കൊന്നു തരുമോ എന്ന് ചോദിച്ച ഒരു സുഹൃത്ത്, വൃദ്ധനാണ്, എന്നോടും പറഞ്ഞു എന്നെ ഒന്നും എങ്ങനെയാലും കൊന്നു തരുമോ. അപ്പൊ ഞാൻ ആരോടും പറഞ്ഞില്ല. ഭാര്യ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കൊന്നു തീരാൻ വേണ്ടി പറഞ്ഞോ? പറഞ്ഞു. പലരോട് പോയി പറയുന്നുണ്ട്. ആ വ്യക്തി ഇപ്പൊ സൂക്കട് മാറിയെന്നൊന്നും പറഞ്ഞുകൂടെ. അതേമാതിരി എന്നോട് പറഞ്ഞ വരി, ഒരു 4 കൊല്ലം കൂടി ജീവിക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെയാണോ? എന്തേ സംഭവിച്ചു? പേരക്കുട്ടിയായിട്ട് വലിയ ഐക്യ. അവന്റെ ചിരിയും കളിയും തമാശയും കാണാൻ വലിയ സന്തോഷം. ഏത് വൃദ്ധനും വൃദ്ധയ്ക്കും പേരക്കുട്ടികളുടെ തമാശ കാണുന്നത് ഇഷ്ടമാണ്. മിക്കവാറും പലരും പലയിടത്തിലും കാണുക അവരുടെ മടിയിലിരിക്കുന്ന പേരക്കുട്ടികളായിരിക്കും.
അച്ഛനും അമ്മയും വരെ കുട്ടികളെ ചിലപ്പോൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. മുത്തച്ഛനും മുത്തശ്ശിയും കുട്ടികളോട് ദേഷ്യപ്പെടില്ല. അവരുടെ അടുത്തൊരു ഭയങ്കര സുരക്ഷ കിട്ടുന്നുണ്ട്. എന്താണ് ഈ മുത്തച്ഛനും മുത്തശ്ശിക്കും ഈ കുട്ടിയോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം? പേരക്കുട്ടികളോട്. പേരക്കുട്ടികൾ മുതിർന്നാൽ അത് കിട്ടുന്നില്ലല്ലോ. പേരക്കുട്ടികൾ മുതിർന്നൊരു മീശയൊക്കെ വെച്ചിട്ട് ബൈക്കിൽ വരലിറങ്ങിയാൽ ഇത് കിട്ടില്ല. കുട്ടികളുടെ സുരക്ഷിതത്വം പ്രകൃതി മുതിർന്നവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. മുതിർന്നവരുടെ ഉത്തരവാദിത്വ. അത് പ്രകൃതി ഏൽപ്പിച്ച ഉത്തരവാദിത്വം. അതിന് മാറാൻ പറ്റുമോ? ഒരു സ്ത്രീയെ കാണുമ്പോൾ എത്ര വൃദ്ധനും കാമാസക്തി തോന്നുന്നതിനെ കുറ്റം പറഞ്ഞുകൂടെ ശരിക്കും. അത് പാടില്ലാത്ത ആണെങ്കിലും അത് നിയമവശം. പ്രകൃതിയുടെ സ്വഭാവം എന്താ? ആ പെൺകുട്ടിയെ കാണുന്ന ആണുങ്ങൾ മുഴുവൻ ഭ്രമിക്കണം എന്നുള്ളതല്ലേ പ്രകൃതിയുടെ സ്വഭാവം. ആ കുട്ടിയുടെ സുരക്ഷ മുതിർന്നവർ നോക്കണം. ചെറിയ കുട്ടികൾക്ക് മുതിർന്നവരുടെ സംരക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് വിശക്കുന്നു, ഞാൻ ആഹാരം കഴിക്കുകയാണ്, എന്റെ അല്ലാത്തൊരു കുട്ടി അവിടെ നിൽക്കുകയാണ്, കൊടുക്കാൻ വേണ്ടിയിട്ട് നിയമം പറഞ്ഞിട്ടാ? നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു ആ കുട്ടിക്ക്. നിയമമൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ മനുഷ്യത്വമുണ്ടോ? എന്നാ ഇങ്ങോട്ട് ആ കുട്ടിക്ക് ഒരു കഷ്ണം കൊടുക്കും. നമ്മുടെ വീട്ടിൽ എന്ത് തിന്നാൻ കിട്ടിയാലും പുറമേന്നൊരു കഷ്ണം തിന്നാൻ കിട്ടിയാൽ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. അമ്മമാര് പറയും വീട്ടിൽ കൊടുത്താൽ നമ്മൾ ഇതൊന്നും തിന്നില്ല കേട്ടോ. വേറൊരു വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ വലിയ കാര്യമാണ്. തീർന്നില്ല. കുട്ടികളുടെ കളി കണ്ട് രസിക്കല് നമുക്ക് ഇത്രയും സന്തോഷം ഉണ്ടാക്കുമെങ്കിൽ ആ കളി കണ്ട് രസിക്കാൻ കാരണം എന്താ? അതിൽ നിന്ന് നമുക്ക് തന്നെ ഗുണം കിട്ടുന്ന ഒരു ആശയമാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ആ കുട്ടികൾ കാണിക്കുന്ന മുഴുവൻ വിട്ടിട്ട. 2 കമ്പ് വെച്ച് നാട്ടിയിട്ട് പ്ലാവലിയും ഓരോന്നും കൊണ്ടു വെച്ചിട്ട് വീട് പണി. ഒരു വടി എടുത്തിട്ട് വേറൊരു കുട്ടി എടുത്തിട്ട് ഞാൻ മാഷാണ്, ഇങ്ങോട്ട് നീങ്ങിയിരിക്കും, കൈ കാണിക്കും, തല്ലട്ടെ. ടീച്ചറെ പറഞ്ഞാൽ തല്ലാന്ന വിചാരം. കൈ നീട്ട്. ഒരു കുട്ടി കൈ നീട്ടുന്നു, വടി കൊണ്ട് അടിക്കണം. കുട്ടികൾ കാണിക്കുന്നത് മുഴുവൻ വിഡിത്തമാണ്. നിന്ന് നമ്മൾ ചിരിക്കുന്നു. അപ്പോ ഒരു മറുവശം ആലോചിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ ദിഗംബര ബുദ്ധിയിലേക്ക് മാറ്റുക. ബുദ്ധിയുടെ ഉയർന്ന ഒരു മണ്ഡലമാണ് ദിഗംബര ബുദ്ധി. ദിഗംബര ബുദ്ധിയിലൂടെ നോക്കുമ്പോൾ ഈ ലോകത്ത് കാണുന്ന മുഴുവൻ തമാശയാണ്. എന്തിനാ ഈ തമാശയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ കൊണ്ട് നിർത്തിയിട്ട് ആ കുട്ടി കാണിക്കുന്ന വിഡിത്തം കണ്ടാൽ മുതിർന്നവർ കാണിക്കുന്ന വിഡിത്തമല്ലേ? മുതിർന്നവർ കാണിക്കുന്നത് വിഡിത്തമല്ലേ? നിരത്ത് വെക്കല് വീട് വെക്കാതെ നിങ്ങൾ എന്താ ഉള്ളോട്ട് മാറി വീട് വെക്കണത് എന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു. വിദേശത്തു നിന്ന് കോടികൾ കൊണ്ടുവന്നുള്ള കോടീശ്വരൻ. ട്രൗസർ ധരിച്ചത്, ട്രൗസറും ബനിയനും ആണ് കോടീശ്വരന്റെ ഡ്രസ്. അപ്പൊ നിരത്ത് വെക്കല് ബംഗ്ലാവ് വെക്കുന്നതിന് പകരം നിരത്ത് വെക്കുന്ന കുറെ അങ്ങോട്ട് വിട്ടിട്ട് മറ്റേ ഭൂമിയുടെ തലക്കലാണ് പണിയുന്നത്. അപ്പോഴാണ് ഈ ബംഗ്ലാവ്, ആ നിരത്ത് വെക്കൽ ഒരു ബംഗ്ലാവ് പണിയുമല്ലോ, ആ പണിയുമ്പോഴേക്ക് നിർദ്ദേശം കൊടുക്കാൻ ഇദ്ദേഹത്തിന് താമസിക്കാനുള്ള ഇതല്ല. ഇനിയൊരു സെറ്റിൽ ചെയ്യലുണ്ട്.
ഗ്രാമീണ ഭാഷ പറഞ്ഞ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവന്മാരുടെ സെറ്റിൽമെന്റ്. സെറ്റിൽ ചെയ്ത ഇവിടെ സ്ഥിരം. എന്താണ് ആ മനസ്സിലെ സങ്കല്പം? ഇതന്നെ ബംഗ്ലാവാണ്. 25 പേർക്ക് താമസിക്കാം. ആ ബംഗ്ലാവിൽ ഇരുന്നിട്ട് ഇനി സങ്കല്പത്തിലുള്ള ബംഗ്ലാവ് അവിടെ പണിയും നിർദ്ദേശം കൊടുത്തിട്ട് കുട്ടികളുടെ തമാശ കണ്ട് ചിരിക്കണ പോലെ ചിരിക്കണ്ടേ? ഒരു ഉയർന്ന മാനസികാവസ്ഥ നോക്കിയാൽ ഒക്കെ കാണിക്കുന്നത് വിഡ്ഢിത്തമല്ലേ? പ്രപഞ്ചത്തിൽ എത്രയോ വ്യക്തികൾ ഓപ്പറേഷൻ എന്ത് ചെലവാകും? 25 ലക്ഷം. എന്നിട്ടോ 25 ലക്ഷം കഴിഞ്ഞിട്ടോ അവയവങ്ങൾ പലതും മാറ്റിവെക്കണം. അത് ശരി, മാറ്റിവെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. മാറ്റിവെച്ചിട്ടോ ഒടുവിലോ ഒരവയവം, വ്യക്തിയുടെ അവയവം വേറൊരു മനുഷ്യന്റെ അവയവവുമായിട്ട് ചേരുകയില്ല. ഈ അറിവൊന്നും ഇവിടെ ഘടകമല്ല. ഒടുവിൽ സംഭവിക്കും. ഒരു ദിവസം എത്ര ആവണ അവയവമോ ഓരോന്നൊക്കെ മാറ്റി വെച്ചാലും ശരി, തീർന്നു. അപ്പൊ ഇതുവരെ കാണിച്ചൊക്കെ വിഡ്ഢിത്താണ്. വിഡ്ഢിത്തമാണല്ലോ ഈ മുതിർന്നവര് കാണിക്കുന്ന മുഴുവൻ. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരുടെ ജീവിതത്തെ പറ്റി കാണുമ്പോ അവര് കാണിക്കണ വിഡ്ഢിത്തമല്ലേ? കാലാകാലം അവർ ഈ ഭൂമിയിലുണ്ടാകും. നൂറ്റാണ്ട് കഴിഞ്ഞാലും ഞാനുണ്ടാകും എന്നുള്ള പോലെയല്ലേ ജീവിതം. അപ്പൊ കുട്ടികളുടെ തമാശ രമിക്കുമ്പോൾ, ദിഗംബര ബുദ്ധിയിലേക്ക് നാം ഉയരുമ്പോൾ മുതിർന്നവരും തമാശ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേമാതിരി. കുട്ടികളുടെ വിഡ്ഢിത്തത്തെ നോക്കി കളിയാക്കണ്ട. മുതിർന്നവരും ഉത്തരവാദിത്തപ്പെട്ടവരും മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ടും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊരു ചിന്തയിലേക്ക് ഉയരുമ്പോൾ ഒരു സുഖം കിട്ടില്ലേ എന്ന് മാത്രം ചിന്തിച്ചു വാക്കുകളുടെ സംഭരിക്കുന്നു.